ലോൺ ആപ്പ് തട്ടിപ്പ്. ഇതിൽ ആപ്ലിക്കേഷനുകളുടെ സോഴ്സ് കോഡുകൾ ചൈനീസ് ഭാഷയിൽ. തട്ടിപ്പിന് ചൈനയിലും സിംഗപ്പൂരിലും കടലാസ് കമ്പനികളെന്നും കണ്ടെത്തൽ. കേസിൽ അറസ്റ്റിലായ 4 പ്രതികളുടെ ഇഡി കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുകയുമാണ്. രേഷ്മ ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, കസ്റ്റഡി അവസാനിക്കാനിരിക്കെ എന്തൊക്കെ കാര്യങ്ങൾ ഈ ലോൺ ആപ്പ് തട്ടിപ്പിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്? വീണ, ഫേസ്ബുക്ക് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഈ ലോൺ ആപ്പ് തട്ടിപ്പ് പ്രചരിപ്പിക്കുന്നത്. അതായത് ലോൺ കൊടുക്കാം എന്നുള്ള രീതിയിൽ ലോൺ കൊടുക്കുകയും അതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് വ്യക്തിഗത വിവരങ്ങൾ, ഈ പറയുന്ന ചിത്രങ്ങളടക്കം വ്യക്തിപരമായിട്ടുള്ള മറ്റു വിവരങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്യും. പിന്നീട് ലോൺ അടവ് മുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ തട്ടിപ്പിൽ കുരുങ്ങുന്ന സമയത്ത് ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ഈ പറയുന്ന വായ്പ എടുത്തവരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യം. ഇതാണ് പ്രധാനമായിട്ടും ഈ തട്ടിപ്പ് സംഘങ്ങളുടെ രീതി. നിലവിൽ ഈ തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശികളായിട്ടുള്ള ഡാനിയൽ ശെൽവകുമാർ, അതോടൊപ്പം തന്നെ കതിരവൻ രവി തുടങ്ങിയ 4 പേരെയാണ് ഇഡി കഴിഞ്ഞ 4 ദിവസമായിട്ട് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തത്. ജനുവരി 31 മുതൽ ഇഡിയുടെ കസ്റ്റഡിയിലാണ് ഈ 4 പേരും. ഇവരെ ഇന്ന് കസ്റ്റഡി കാലാവധി പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ PMLA കോടതിയിൽ ഹാജരാക്കും. പ്രധാനമായിട്ടും ഇവരിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇഡിക്ക് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പേർ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് വൻ ലോബിയാണ് ഈ തട്ടിപ്പ് നിയന്ത്രിക്കുന്നത്. കൂടുതൽ കണ്ണികളുണ്ട് എന്ന് അറസ്റ്റിലായ പ്രതികൾ ഇഡിക്ക് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ആപ്ലിക്കേഷനുകളുടെ ലോൺ ആപ്ലിക്കേഷനുകളുടെ സോഴ്സ് കോഡുകൾ ചൈനീസ് ഭാഷയിലാണ്. ചൈനയിലും അതോടൊപ്പം തന്നെ സിംഗപ്പൂരിലും ഈ കള്ളപ്പണം കടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ലോൺ ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിരവധി ഷെൽ കമ്പനികൾ, അതായത് കടലാസ് കമ്പനികളും പ്രവർത്തിക്കുന്നുണ്ട്. മലയാളികൾ അടക്കം ഈ ലോൺ ആപ്പ് തട്ടിപ്പ് സംഘത്തിൽ ഉണ്ട് എന്നുള്ളൊരു സൂചനകൾ കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിട്ടുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കൂടി ഇഡി കടന്നിരിക്കുകയാണ്. എന്തായാലും ഈ അറസ്റ്റിലായ പ്രതികൾ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നിലവിലെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സോഴ്സ് കോഡുകൾ ചൈനീസ് ഭാഷയിലാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവരിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഈ ചൈനീസ് ആപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നത്. ബെറ്റിംഗ്, വായ്പ, ബെറ്റിംഗ്, അതോടൊപ്പം തന്നെ ഗെയിമിംഗ് ആപ്പുകളൊക്കെ തന്നെ സമാനമായിട്ടുള്ള തട്ടിപ്പ് രീതിയാണ് പിന്തുടരുന്നത്. ഈ തട്ടിപ്പ് നടത്തിയ സംഘങ്ങൾ കൃത്യമായിട്ടത് മറച്ചു വെക്കാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. നിലവിൽ ഇഡി നടത്തുന്നത് ക്രൈംബ്രാഞ്ചും അതോടൊപ്പം തന്നെ പോലീസും രജിസ്റ്റർ ചെയ്ത കേസുകളിലുമുള്ള ഒരു അന്വേഷണം തന്നെയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ കണ്ണികളിലേക്ക് കൂടി അന്വേഷണം എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇഡിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ PMLA കോടതിയിൽ ഇഡി വ്യക്തമാക്കിയത് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്നത്. വൻ കണ്ണികളും ലോബികളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അതുമാത്രമല്ല, മോർഫ് ചെയ്ത ഈ ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് വായ്പ എടുത്തവരെ ഭീഷണിപ്പെടുത്തുന്നത്. എന്തായാലും വലിയ രീതിയിൽ അന്വേഷണം മുന്നോട്ട് പോകണമെന്നുള്ള ഒരു നിലപാടാണ് ഇഡി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തമിഴ്നാട് സ്വദേശികളെ കേന്ദ്രീകരിച്ചും ഇതിന് പിന്നിൽ ചില മലയാളി കൈകൾ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അവരെ കേന്ദ്രീകരിച്ചുമുള്ള ഒരു അന്വേഷണം ഇഡി പുരോഗമിപ്പിക്കുന്നത്. ശരി രേഷ്മ. ലോൺ ആപ്പ് തട്ടിപ്പിലാണ് ആപ്ലിക്കേഷനുകളുടെ കോഡുകളെല്ലാം, സോഴ്സ് കോഡുകളെല്ലാം ചൈനീസ് ഭാഷയിലാണെന്ന് വ്യക്തമായിരിക്കുന്നത്.